സ്നേഹിതരെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന 120-ാമത്തെ ഗാനമാണ് വഴിയരികിൽ പതിയിരിക്കും. ഒരമ്മ വിളിച്ചു പറഞ്ഞു, തൻ്റെ മകന് 40 വയസ്സുണ്ട്. അവൻ മദ്യപാനത്തിനടിമയായതിനാൽ ഭാര്യയും മക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. 2 ദിവസം അവൻ കുടിച്ചില്ല. അപ്പോഴവൻ്റെ കൈ വിറയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം, ലഹരി മരുന്നുകളുടെ ഉപയോഗം പല കുടുംബങ്ങളെയും ശിഥിലമാക്കുന്നു. പ്രലോഭനം കള്ളനെപ്പോലെയും പാപം സ്വൈരിണിയെപ്പോലെയും മനുഷ്യനെ വശീകരിച്ച് അവൻ പാപത്തിൻ്റെ അടിമയായിത്തീരുന്നു. ഈ നോയമ്പ് കാലത്ത് സഭ മദ്യപാനം ഉപേക്ഷിക്കുവാനും തിരിച്ചു വരുവാനുള്ള അവസരമാണ്. എന്നാൽ ഒരുപാട് കുടുംബങ്ങൾ മദ്യപാനത്തിലൂടെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ എഴുതിയ ഒരു ഗാനമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ, വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ, അണിഞ്ഞൊരുക്കി കെണിയൊരുക്കും സ്വൈരിണിയെപ്പോലെ പാപങ്ങൾ, അണിഞ്ഞൊരുങ്ങി കെണിയൊരുക്കും സ്വൈരിണിയെപ്പോലെ പാപങ്ങൾ, വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ. ദുരാത്മാവ് ഒരുവനിൽ നിന്നൊഴിഞ്ഞു പോയ തിരിച്ചു വരുമെന്നു നീ അറിഞ്ഞുകൊള്ളുവിൻ. ദുരാത്മാവ് ഒരുവനിൽ നിന്നൊഴിഞ്ഞു പോയ തിരിച്ചു വരുമെന്നു നീ അറിഞ്ഞുകൊള്ളുവിൻ. തിന്മയകറ്റി ഉള്ളം നന്മ നിറച്ച ദുരാത്മാവ് നിന്നെ കീഴ്പ്പെടുത്തില്ല. തിന്മയകറ്റി ഉള്ളം നന്മ നിറച്ച ദുരാത്മാവ് നിന്നെ കീഴ്പ്പെടുത്തില്ല. വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ, അണിഞ്ഞൊരുങ്ങി കെണിയൊരുക്കും സ്വൈരിണിയെപ്പോലെ പാപങ്ങൾ, വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ. ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു. വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ, അണിഞ്ഞൊരുങ്ങി കെണിയൊരുക്കും സ്വൈരിണിയെപ്പോലെ പാപങ്ങൾ, വഴിയരികിൽ പതിയിരിക്കും കള്ളനെപ്പോലെ പ്രലോഭനങ്ങൾ.